ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അടയുടെ റെസിപ്പി നോക്കിയാലോ. നമ്മളിത് ചുട്ടെടുക്കണ അടയാണ്. അപ്പോൾ ഞാൻ ചുട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. കണ്ട, ഉള്ളിൽ നല്ല സോഫ്റ്റ്, എല്ലായിടത്തും വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കണ്ട് നോക്കുക, മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അട ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിന്നൊരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഇലയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി വലിയ പാത്രം എടുത്ത് കുഴയ്ക്കാൻ എളുപ്പത്തിന് കേട്ടോ. ഇതിലേക്ക് ഇത് 250 ഒരു ഗ്ലാസിൻ്റെ അളവാട്ടോ. അപ്പോൾ ഇതുകൊണ്ട് 2 പാത്രം, ഞാൻ 2 കപ്പാണ് എടുക്കണത്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് സാധാ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കണത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഉപ്പൊന്ന് എല്ലായിടത്തേക്ക് ആവാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്ക് പെട്ടെന്ന് കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കൂടും. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഇത്തിരി സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ, എന്നാലേ നമുക്ക് ഇലയിൽ പരത്താൻ പറ്റുള്ളൂ. നമ്മുടെ എന്താ പറയുക, ചപ്പാത്തിയുടെ ആയിട്ടും ഒത്തിരി ഒരു കൺസിസ്റ്റൻസി കൂടുതൽ വെള്ളത്തിലെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി ഇങ്ങനെ കണ്ട സോഫ്റ്റാണ്, നമ്മുടെ കയ്യിലൊട്ടണ പരുവത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇലയിൽ പരത്താൻ സുഖം. ഹാർഡാവുമ്പോൾ നമുക്ക് പരത്താൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയില്ല കേട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ള. ഇത്തിരി ഒട്ടലുണ്ടാവും, എന്നാലും സാരില്ല, നമ്മൾ വെള്ളം വെച്ചിങ്ങനെ ഇതാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്, ഇപ്പോൾ ശർക്കര ഉരുക്കാനൊന്ന് വയ്ക്കാം. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക്, ഇത്തിരി വലിയ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ എൻ്റെ ശർക്കരയിൽ കല്ലില്ല, ഞാൻ പൊടി വാങ്ങണതാണ്, എന്നാലും ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്നൊരു പാനിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം. അപ്പം നമുക്ക് ശർക്കര ഒന്ന് നമുക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. ഞാൻ ശർക്കര ഒന്ന് അരിക്കട്ടെ. ഞാൻ കുറച്ച് എപ്പോഴും ശർക്കരയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ശർക്കര ഞാൻ കൂടുതൽ ഉരുക്കി വയ്ക്കും. പിന്നെ അത് ശർക്കര കുറവ് തോന്നുമ്പോൾ വീണ്ടും ഉരുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ കുറച്ചധികം ഉരുക്കുക. ഇതൊന്ന് തിളക്കട്ടെ. ഏകദേശം തിളച്ച് വെള്ളം വറ്റിയതാണ്, എന്നാലും ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മുടെ ശർക്കര ഇതിലൊന്ന് കിടന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ എന്തോരം വേണമെങ്കിൽ എടുക്കുക, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. നമ്മൾ ഇടുന്ന എന്താ പറയുക, ഫില്ലിങ്ങിൽ കൊടുക്കണ ഇതിനനുസരിച്ച് നാളികേരം എന്തോരം വേണമെങ്കിൽ. ഞാനിപ്പോൾ ഒരു നാളികേരം ഫുള്ള് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അംശമുള്ളത് പോകണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടിച്ചിടാം. ഇതൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, എന്താ ചുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതെല്ലാം നമ്മൾ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതൊന്നും ആഡ് ചെയ്യണില്ല. ഇത്തിരി ചുക്ക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഏലക്കായയുടെ പൊടി മാത്രമേ ചതച്ചതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടാൽ നല്ലതാണ്, പക്ഷേ എനിക്കിഷ്ടമാണ്, ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ല ജീരകത്തിൻ്റെ പൊടിയൊന്നും ഇടണത്. അപ്പോൾ അതൊന്ന് ഇതിൽ കിടന്നൊന്ന് ആവട്ടെ കേട്ടോ. ഇതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 3-4 ഏലക്കായ എടുത്ത് ചതച്ചതാട്ടോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ചുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ജീരകത്തിൻ്റെ പൊടിയും കൂടി വന്നു കഴിഞ്ഞാൽ. ഏലക്കായ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്, ഇത്ര മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മളിനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആവും ഇത്. എന്നാലും ഒന്നും കൂടി വറ്റിക്കോട്ടെ, കുറച്ചുണ്ട് വെള്ളം. അതും കൂടി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതൊന്ന് ചൂടാറിയിട്ട് വേണ്ട ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. ഒന്നും കൂടി ഒന്ന് ആവട്ടെ കേട്ടോ. അപ്പോൾ ആയിൻ്റെ കേട്ടോ, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഇത്ര മതി. ഇനി ഇതിൽ നിന്ന് എടുത്തൊന്ന് ഞാൻ മാറ്റട്ടെ. ഒരു പ്ലേറ്റിലേക്ക്, പരന്ന പ്ലേറ്റിലേക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. അപ്പം ഞാനൊരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് ഗോതമ്പ് പൊടി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ശർക്കര അവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറിട്ടുണ്ട്. അപ്പം ഞാൻ ഇല വെച്ചിട്ടുണ്ട്. ഇല ഒന്ന് നന്നായി കഴുകണം കേട്ടോ, പൊടികളൊക്കെ ഉണ്ടാവും ഇപ്പോൾ. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ മാവ്.
മാവ് കുറച്ചെടുക്കുക. നമ്മൾ ഇത് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് കൈമുക്കി വേണം ഇതൊന്ന് പരത്തി കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് പരത്താൻ പറ്റും നമുക്ക്. ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ പരത്തട്ടെ കേട്ടോ. അപ്പം ഇങ്ങനെ പരത്തി ഇങ്ങനെ എത്തിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പതുക്കെ കൈ ഇങ്ങനെ ഇലയിൽ നിന്ന് ഒട്ടി വരികയെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒന്ന് അരിയുടെ ഏറ്റവും എളുപ്പമാണെന്ന് തോന്നുന്നു എനിക്ക് ഗോതമ്പിൻ്റെ ഇത് ഇങ്ങനെ. എന്നിട്ട് കനം കൂടുതലുള്ള ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കനം കൂടുതലൊന്നും ഇല്ല, കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. കുറച്ചൊന്നും ഇങ്ങനെ എടുത്ത് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ. ഫില്ലിങ് ചൂടാറിയിട്ടില്ല, കൈ കൊണ്ട് എടുക്കാൻ പറ്റണില്ല. എന്നിട്ടിങ്ങനെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഞാൻ വെച്ച് കൊടുക്കണുള്ളൂ. ഇവിടെ ഫില്ലിങ് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് ചുട്ടിട്ട് എടുക്കാനാണ്. ടൈറ്റ് അല്ലേന്ന് വിചാരിച്ചിട്ട് എന്നും അരി വെച്ച് ചെയ്യുമ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഗോതമ്പ് വെച്ച് ചെയ്യണത്. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ ഇടണുള്ളൂ കേട്ടോ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗവും ഈ ഏറ്റവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇത് രണ്ടുമൂന്നാണത്. അപ്പോൾ ഇനി ചൂടാനുള്ള കല്ലൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചൂടാനുള്ള കല്ലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. എൻ്റെ ഇത് ഇത്തിരി പരന്നതായ കാരണം എനിക്ക് രണ്ടെണ്ണം വെച്ച് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു അളവിൽ ചെയ്തപ്പോൾ എനിക്ക് 9 എണ്ണ കേട്ടോ പരത്താൻ കിട്ടിയതാണ്. 2 കപ്പ് 250-ന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തപ്പോൾ എനിക്ക് 9 എണ്ണമാണ് കിട്ടിയത് കേട്ടോ. നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഭാഗം തീ ഞാൻ ഫുള്ളിൽ തന്നെ ഇട്ടിട്ടില്ല. ഒരു ഭാഗം ആകുമ്പോൾ ഒന്ന് മറിച്ചിടാം നമുക്ക്. ഒരുവിധം ഒന്ന് ആയിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തീയൊന്ന് സിമ്മി ചെയ്യുന്നുണ്ട്. അതൊന്നും ആവും വേണ്ടേ. എനിക്ക് തോന്നുന്നു പരത്താൻ എളുപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ട്, അരി പൊടിയേറ്റവും എളുപ്പം എനിക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതെന്ന് തോന്നുക കേട്ടോ. പക്ഷേ ടേസ്റ്റ് നമ്മൾ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നത് തന്നെയായിരിക്കും. എന്തായാലും ഒന്ന് ആവട്ടെ. ഈ ഭാഗം ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പോൾ ഒരു ഭാഗം ഒന്ന് ആയിട്ടുണ്ട്. അതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. ഒന്നുകൂടി വേണമെങ്കിൽ കരിച്ചെടുക്കാം. ഇങ്ങനെ ഇലയൊന്ന് ഇതാക്കി എടുക്കാം. പിന്നെ അത് നോക്കിയിട്ട് ഈ സൈഡും കൂടെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇല കരിഞ്ഞാലും ഇത് വെന്തോന്നൊന്ന് നോക്കണം. ഇല കരിഞ്ഞ് വന്നിട്ട് നമ്മളതൊന്ന് പൊന്തിച്ചിങ്ങനെ നോക്കുമ്പോൾ ഇലയിൽ നിന്ന് വിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഇതായി നിർത്തട്ടോ. ഇതായിണ്ട്, ഫസ്റ്റത്തെ ബാച്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്ത് മാറ്റട്ടെ. അങ്ങനെ അവസാനത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്നായിട്ട് ഞാൻ മുഴുവനായി ഇങ്ങനെ ഇല മാറ്റിയിട്ടുള്ള കാണിക്കാം കേട്ടോ. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ അതിപ്പോൾ ഏത് അട ഉണ്ടാക്കാൻ വെച്ചാലും ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ അത് ഇത്തിരി ആവാൻ പാടാവും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പൊതിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ആവും. രണ്ടും കൂടി അങ്ങനെ ഒന്ന് പൊതിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ 2 ഭാഗവും ആയി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ ആ ഭാഗം ഇത്തിരി കട്ടിയുള്ള ഭാഗമായ കാരണം ആവാൻ ഇത്തിരി പാടുണ്ടാവും. അപ്പോൾ നമ്മുടെ അവസാനത്തെ ബാച്ചും ആയിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അട അവിടെ റെഡി ആയിട്ടുണ്ട്. ചുട്ട ഗോതമ്പ് പൊടി അട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് ഇല മാറ്റിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇലയൊക്കെ മാറ്റിയിട്ട് ഉള്ള വ്യൂ ആണ് ഇത്. കണ്ട, നല്ല ചുട്ടുന്ന ഇവിടെയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി അട കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ട, 2 ഭാഗം ആയിട്ടുണ്ട്. ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും പിടിക്കണില്ല. അപ്പോൾ 2 ഭാഗം ആയി എന്നർത്ഥം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.